ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ലോഗ്സ്. ഇന്ന് ദശരഥനേറ്റ ശാപത്തെക്കുറിച്ച് പറയാം. കർക്കിടകം രാമായണ മാസമാണ്, ഒരു പുണ്യമാസം. നിലവിളക്കിനു മുന്നിലിരുന്ന് മുത്തശ്ശിമാർ രാമായണ കഥകൾ നീട്ടി വായിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈണത്തിലുള്ള വായന കേട്ട് തലയാട്ടുന്ന കുട്ടികൾക്ക് സാരവും കഥയും ഗ്രഹിക്കാൻ കഴിയാറില്ല. എങ്കിലും കഥ കേൾക്കാൻ കൊതിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് വേണ്ടി, കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് പറയുന്ന ഒരു കഥാരൂപമാണിത്. ദശരഥ മഹാരാജാവിന് ഏറ്റ ശാപകഥ എന്താണ്? ദശരഥന് ഏറ്റ ശാപകഥ എന്താണ്? പണ്ട് ദശരഥൻ കാട്ടിൽ നായാട്ടിന് പോയി. അദ്ദേഹത്തിന് മൃഗങ്ങളെ വേട്ടയാടൽ ഒരു ഹരമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേട്ടു. ശ്രദ്ധിച്ചു. കാട്ടാറിൽ ആന ഇറങ്ങി വെള്ളം കുടിക്കുന്ന ശബ്ദം തന്നെ. അസ്ത്രവിദ്യയിൽ ദശരഥൻ സമർത്ഥനാണ്. ശബ്ദം കേട്ടിടത്തേക്ക് ഉന്നം പിഴയ്ക്കാതെ അസ്ത്രമയക്കാൻ കഴിവുള്ളവനാണ്. ഉടനെ തന്നെ ദശരഥൻ അമ്പയച്ചു. അയ്യോ, കൊല്ലുന്നേ! താൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവനാണ്. ഇത്ര ദുഷ്ടൻ ആരാണ്? ദശരഥന്റെ നിഗമനം തെറ്റി. മനുഷ്യന്റെ നിലവിളിയാണ് ആ കേൾക്കുന്നത്, മൃഗമല്ല, തീർച്ച തന്നെ. ദശരഥൻ പരിഭ്രമിച്ച് ഓടി. നദിക്കരയിലെത്തി. ഒരു മുനികുമാരൻ അമ്പു തറച്ചു കിടക്കുന്നു. താൻ കേട്ട ശബ്ദം ആന വെള്ളം കുടിക്കുന്നതിൻ്റെതല്ലായിരുന്നു എന്ന് ഒരു ഞെട്ടലോടെ ദശരഥൻ തിരിച്ചറിഞ്ഞു. മുനികുമാരന്റെ അടുത്തുതന്നെ ഒരു കുടവും കിടപ്പുണ്ട്. വെള്ളം മുക്കിയെടുക്കുന്ന ശബ്ദമായിരുന്നു അത്. തനിക്ക് പറ്റിയ തെറ്റ്, ഒരാളുടെ ജീവൻ അപഹരിച്ചിരിക്കുന്നു. ഇത്രയും അശ്രദ്ധയോടെ ഒരു രാജാവ് പ്രവർത്തിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇനി ദുഃഖിക്കാനേ കഴിയൂ. ദശരഥൻ ആ മുനികുമാരന്റെ അടുത്തു ചെന്ന് തൊഴുത് കരഞ്ഞു. അമ്പു തറച്ച വേദന കൊണ്ട് മുനികുമാരൻ പിടയുകയാണ്. വേദന കടിച്ചു പിടിച്ചുകൊണ്ട് മുനികുമാരൻ പറഞ്ഞു, ഞാൻ ശ്രവണകുമാരനാണ്. എൻ്റെ അച്ഛനമ്മമാർ കുടിനീരിനു വേണ്ടി ആശ്രമത്തിൽ കാത്തിരിക്കുന്നു. അവർക്ക് വെള്ളം കൊടുക്കാൻ കുടമെടുത്തു വന്നതാണ്. കുടത്തിൽ വെള്ളം നിറയുമ്പോൾ ഉണ്ടായ ശബ്ദം കേട്ട് തെറ്റിദ്ധരിച്ച് അമ്പെയ്തതാരായാലും തൻ്റെ വിധിയാണെന്നേ കരുതുന്നുള്ളൂ. അച്ഛനമ്മമാർ കണ്ണു കാണാത്തവരാണ്. അവർക്ക് ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് ദാഹിച്ചു പൊരിയുന്ന അവർക്ക് കുറച്ച് വെള്ളം കൊണ്ടു കൊടുക്കണം. അവരോടുണ്ടായ സത്യം പറയണം. ശ്രവണകുമാരൻ വേദന സഹിച്ച് പൊളയുന്നത് കണ്ട് ദശരഥൻ അസ്തപ്രജ്ഞനായി നിന്നു. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണെങ്കിലും ദശരഥൻ പറഞ്ഞു, ഞാൻ ദശരഥ രാജാവാണ്. അറിയാതെ എല്ലാം സംഭവിച്ചുപോയി, ക്ഷമിക്കണം. ദശരഥൻ മാപ്പിരന്നു. നോക്കി നിൽക്കാതെ ദാഹിച്ചു പൊരിയുന്ന അച്ഛനമ്മമാർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കൂ. ദാഹം സഹിക്കവയ്യാതായാൽ അച്ഛൻ ശപിക്കും. അതിനു മുമ്പ് അദ്ദേഹത്തോട് എല്ലാം തുറന്നു പറയൂ. ഈ ശരം ഊരിയെടുത്ത് വേദനയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. ഞാൻ മരിക്കട്ടെ, ശ്രവണകുമാരൻ പറഞ്ഞു. ദശരഥൻ ബാണം ഊരിയെടുത്തു. മുനികുമാരൻ നിശ്ചലനായി. വെള്ളക്കുടവുമെടുത്ത് രാജാവ് നടന്നു. മുനി ദമ്പതികൾ ഇരിക്കുന്ന ആശ്രമത്തിലെത്തി. രണ്ടുപേരും വൃദ്ധരാണ്. രാജാവിൻ്റെ കാലൊച്ച കേട്ട് അവർ തപ്പിത്തടഞ്ഞ് അടുത്തെത്തി. മകനെ, നീ പോയിട്ട് എത്ര നേരമായി? വേഗം വരൂ, വല്ലാതെ ദാഹിക്കുന്നു. വെള്ളം തരൂ. കൈയുകൾ അന്തരീക്ഷത്തിൽ ചലിപ്പിച്ചുകൊണ്ട് അവർ വെള്ളം കുടമന്വേഷിച്ചു. ക്ഷമിക്കണം, അത് അപരിചിത ശബ്ദമായിരുന്നു. ദശരഥന് എങ്ങനെ തുടങ്ങണമെന്നറിഞ്ഞുകൂടാ. വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ താൻ മകനല്ല, ദശരഥ മഹാരാജാവാണ്. മഹാരാജാവോ? ഇവിടെ എന്തിനു വന്നു? പറയൂ, ഞങ്ങളുടെ മകനെവിടെ? ദശരഥൻ നടന്ന കഥകളെല്ലാം പറയുകയാണ്. തൻ്റെ തെറ്റിന് മാപ്പുമിരന്നു. വൃദ്ധ ദമ്പതികൾ സമനില തെറ്റി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നു വീണു. ദശരഥൻ അവർക്ക് വെള്ളം കൊടുത്തു, ആശ്വസിപ്പിച്ചു. അവരുടെ ആഗ്രഹപ്രകാരം മുനികുമാരൻ വീണു കിടക്കുന്നിടത്തേക്ക് അവരെ കൊണ്ടുപോയി. മകനെ കാണാൻ അവർക്ക് കണ്ണില്ലെങ്കിലും ആ വൃദ്ധ ദമ്പതികൾ മകനെ തൊട്ട് തലോടി വാവിട്ടു കരഞ്ഞു.
അവർക്ക് ഇനി ഒരാശ്രയവുമില്ല. അവർ ദശരഥനെ ശപിച്ചു. പുത്രദുഃഖത്താൽ നീയും മരിക്കട്ടെ. ദശരഥൻ മുനികുമാരനെ ദഹിപ്പിക്കാൻ ചിതയൊരുക്കി. ചിതയിൽ മുനികുമാരനോടൊപ്പം വൃദ്ധ ദമ്പതികളും ചാടി. 3 പേരും വെന്തു വെണ്ണീറായി. ദുഃഖിതനായി ദശരഥൻ വനത്തിൽ നിന്നും മടങ്ങി. അതെ, ആ മുനിശാപമാണ് ഇന്ന് ദശരഥൻ അനുഭവിക്കുന്നത്. അന്ന് അവർ സഹിച്ച പുത്രദുഃഖം ഇന്ന് ദശരഥൻ അനുഭവിക്കുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മനോവേദന. വീണെടുത്തു കിടന്ന് അകലങ്ങളിലേക്ക് നോക്കി വിളിച്ചു കരയുന്നു. ഹാ രാമ, ഹാ ലക്ഷ്മണ, ഹാ സീതേ. കൈകൾ ഉയർത്തി ഉറക്കെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം നിലച്ചു, ചലനമറ്റു. ആ ജീവൻ സ്വർഗത്തിലേക്ക് പോയി. ജീവിതം അവസാനിച്ചു.